ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും പേജ് 3 അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ഈ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്, LP-UPക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറിൽ ഇന്ന് അല്ലേ, നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് സ്പെഷ്യൽ ബാച്ചാണ്, അതിന് സ്പെഷ്യൽ ഓഫറുണ്ട്. ആ ഓഫറിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ കമൻറ്റിനകത്ത് നമ്മൾ നമ്പർ പിൻ ചെയ്തിടാം, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക്, വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ ചെയ്യാം. അതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളെപ്പോഴും ചെയ്യുന്ന നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ആ ഒരു സീരീസിലെ 8ാമത്തെ പാർട്ട്. ഇവിടെ LPSAയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മളെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2021 നമ്മൾ 22 ആ ഒരു പരീക്ഷയാണല്ലോ. നമ്മൾ നോക്കൂ, 2022 ഏപ്രിൽ 28 നടന്നിട്ടുള്ളൊരു പരീക്ഷയാണത്. ഓക്കെ, ആ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്ത്, 2021 വർഷത്തെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തതാര്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പരീക്ഷയിൽ ചോദിച്ചു. അപ്പോൾ അത് നൊബേൽ സമ്മാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് എന്തുകൊണ്ട് ഈ കറണ്ട് അഫെയറിൻ്റെ ഭാഗത്ത് നൊബേൽ സമ്മാനം ചോദിച്ചുകൂടാ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലേ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ കിട്ടിയാണ്, സാമ്പത്തികത്തിൽ അല്ലേ. അപ്പോൾ അത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് വരും. നമ്മൾക്ക് എക്കണോമിക്സിനകത്ത് കറണ്ട് അഫെയർ പറയുന്നുണ്ട്, 2 മാർക്കിന് കറണ്ട് അഫെയർ നമുക്ക് സോഷ്യലിൽ വരുന്നുണ്ട്, ചരിത്രത്തിൽ 2 മാർക്ക് കറണ്ട് അഫെയർ വരുന്നുണ്ട്. അത് കൂടാതെ ബാക്കിയുള്ള മേഖലകളെല്ലാം കൂടെ 2 മാർക്ക് കറണ്ട് അഫെയർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സാമ്പത്തിക നോബൽ എന്തുകൊണ്ട് വന്നുകൂടാ അല്ലേ? അത് വന്നിട്ടുണ്ട്. ആ പുതിയ നമ്മുടെ NCA നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന ആ ഒരു സിലബസ് അടിസ്ഥാനത്തിൽ നടന്നൊരു പരീക്ഷയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചോദ്യം നോക്കൂ, 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നോക്കുക, ആ 2021 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. അതിലെ ആദ്യത്തെ വ്യക്തിയാണ് ഡേവിഡ് കാർഡ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കൂ. നമുക്ക് 2023 ആയിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, എങ്കിലും നമുക്കിതൊന്ന് മനസ്സിലാക്കി പോവാം. ഇവിടെ നോക്കുക, ഡേവിഡ് കാർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തി. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? നൊബേൽ സമ്മാനം. എന്തിന്? സാമ്പത്തികം. നോക്കോ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉൾപ്പെട്ട വ്യക്തികളെ നമുക്ക് ആദ്യം മനസ്സിലാക്കണ്ടേ. അതിൽ ഡേവിഡ് കാർഡ്, അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം 2021 ലഭിച്ച 3 പേരിൽ ഒരാളാണ്. അടുത്തത് ജോഷുവ ഡി ആൻഗ്രിസ്റ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നൊബേൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിൽ. അടുത്തത് ഗീഡോ ഇംബെൽസ് അല്ലേ, ഗീഡോ ഇംബെൽസ്, അദ്ദേഹവും എന്താണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. പിന്നീട് മരിയ റസ എന്ന് പറയുന്ന വ്യക്തി. ഈ മരിയ റസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2021 നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് സാമ്പത്തിക ശാസ്ത്രത്തിനല്ല, പിന്നെയോ സമാധാനത്തിനാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്തിനാണ്? സമാധാനത്തിനാണ്. ഓക്കെ, സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണെന്ന് പറയുന്നത് മരിയ റസ എന്ന് പറയുന്നത്. ബാക്കി 3 പേരെന്താണ്? ബാക്കി 3 പേര് സാമ്പത്തിക ശാസ്ത്രത്തിനാണ്. ഓക്കെ, അപ്പോൾ ഇത് 2021 കേസാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തിക ശാസ്ത്രം അല്ലെ, എക്കണോമിക്സിൻ്റെ മേഖലയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തുകൊണ്ട് 2022 സാമ്പത്തിക നൊബേൽ ജേതാക്കൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2021 നമ്മളിപ്പോൾ 3 പേരാണെന്ന് പറഞ്ഞു. 2022 3 പേർക്കാണെന്ത് സാമ്പത്തിക നൊബേൽ ലഭിച്ചിട്ടുള്ളത്. അതിനകത്ത് ആദ്യം വരുന്നതാണ് ബെൻ എസ് ബെർണാൻകി. എന്താണ്? ബെൻ എസ് ബെർണാൻകി. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഒന്ന് എഴുതി വെച്ചോളൂ. നമുക്ക് പ്രധാനമായിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ള 2023. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ബെൻ എസ് ബെർണാൻകി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നോക്കൂ, ബെർണാൻകി അല്ലേ, ബെർണാൻകി. അതുപോലെ തന്നെ ഡഗ്ലസ് W ഡയമണ്ട് അല്ലേ. ഇപ്പോൾ ബെർണാൻകി, ഡയമണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പ് H ഡിപ്വിഗ് അല്ലേ, ഡിപ്വിഗ്. ഓക്കെ, അപ്പോൾ ബെർണാങ്കിക്ക് ഡയമണ്ട് വിഗ് എന്നാലോചിച്ച് വെച്ചാലും മതി അല്ലേ. ബെർണാങ്കിക്ക് ഡയമണ്ട് വിഗ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഈ പറയുന്ന 2022 സാമ്പത്തിക നൊബേൽ ജേതാക്കളാണ്. അത് 3 പേരാണ്. ബെർണാങ്കിക്ക് ഡയമണ്ട് വിഗ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ജസ്റ്റ് അത് ഒരു കോഡ് പോലെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക 2022. അപ്പോൾ നമുക്കിനി നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ 2023 നൊബേൽ സമ്മാന ജേതാക്കളെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് പഠിക്കുക, എഴുതി വെക്കി പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത്
തന്നെ യൂസ് ചെയ്യുക. ഞാൻ പുതിയൊരു കണക്ഷൻ പറഞ്ഞുകൊണ്ട് ഇനി അത് മുഴുവൻ എന്ത് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ഇതാക്കുന്നില്ല. നിങ്ങളൊരു കണക്ഷൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാകും. എങ്കിലും ഈ ഒരു ചോദ്യം അവിടെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന ചോദ്യം എന്താണ്, ഇത്തരത്തിൽ നൊബേൽ സമ്മാനം വന്നുകൂടായികയില്ല, വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മേഖല പറയുന്നത്. അപ്പോൾ സാമ്പത്തികത്തിന് നമുക്ക് 2023 സാധാരണ നമ്മളിപ്പോൾ പറഞ്ഞു 2021 2022 3 പേർക്ക് വീതമാണ് കൊടുത്തതെങ്കിൽ 2023 ഒരേ ഒരാൾക്ക് നോക്കുക, ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന ഒരാൾക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ 3 പേർക്കല്ല ലഭിച്ചിട്ടുള്ളത്, ഒരാൾക്കേ 2023 ലഭിച്ചിട്ടുള്ളൂ. ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു വനിതയാണ്. അത് ക്ലോഡിയ ഗോൾഡിൻ എന്നറിയപ്പെടുന്നു. ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ഇത് കണക്ട് ചെയ്യാൻ ഒരു എളുപ്പം പറഞ്ഞിട്ട് നോക്കുക, സാമ്പത്തികം അല്ലേ. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എന്താണ്? പണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമുക്കറിയാം അല്ലേ. പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഗോൾഡ് വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പണം ഗോൾഡും അല്ലേ. ഗോൾഡ് വാങ്ങണമെങ്കിൽ എന്താണ്? പണം വേണം അല്ലേ. അങ്ങനെ നോക്കൂ, സാമ്പത്തികം ഗോൾഡിൻ. കണ്ടോ, ഇവരുടെ പേര് തന്നെ എന്തുണ്ട്? ഗോൾഡ് എന്ന് പറയുന്ന ഗോൾഡിനിൽ കിടക്കുന്നുണ്ട്. ഒരു വനിതയാണ്. അപ്പോൾ വനിതകളല്ലേ ആഭരണങ്ങൾ കൂടുതൽ അണിയുക. അങ്ങനെയും ചിന്തിച്ചാൽ വനിത എന്ന് കിട്ടി. ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ 2023 നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഒരേ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കുക, പുരസ്കാരം തൊഴിൽ വിപണിയിലെ വനിതാ വിവേചനം സംബന്ധിച്ച പഠനങ്ങൾക്ക് അതിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? പുരസ്കാരം. അപ്പോൾ പുരസ്കാരം എന്തിനാണ് കിട്ടിയിട്ടുള്ളത്? തൊഴിൽ വിപണിയിലെ വനിതാ വിവേചനം സംബന്ധിച്ച പഠനങ്ങൾക്കാണ് അവർക്ക് ആ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റാരുമായും പങ്കിടാതെ സാമ്പത്തിക നൊബേൽ ഒറ്റയ്ക്ക് നേടുന്ന ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. നോക്കട്ടോ, അപ്പോൾ ആ ഒരു ക്ലോഡിയ ഗോൾഡിൻ്റെ പ്രാധാന്യം ഇവിടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? മറ്റാരുമായും പങ്കിടാതെ സാമ്പത്തിക നൊബേൽ ഒറ്റയ്ക്ക് നേരിടുന്ന ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സാമ്പത്തിക നൊബേൽ ചരിത്രത്തിലെ 3ാമത്തെ വനിതാ ജേതാവ്, സാമ്പത്തിക നൊബേലിലെ അത് വാങ്ങുന്ന 3ാമത്തെ വനിത. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ 2023 മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് 2023 സാമ്പത്തിക നോവൽ ആർക്കാണ്? അത് ക്ലോഡിയ ഗോൾഡിനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ സാമ്പത്തികം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ സാഹിത്യത്തിലേക്ക് വരികയാണ്. ഈ സാഹിത്യത്തും ഒരാൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് യോൻ ഫോസെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് യോൻ ഫോസെ എന്ന് പറയുന്നത്. ആരാണ്? യോൻ ഫോസെ. സാമ്പത്തികം യോൻ ഫോസെയാണ്. അദ്ദേഹം നോർവീജിയൻ നാടകകൃത്തും അതുപോലെ തന്നെ നോവലിസ്റ്റുമാണ്. പിന്നീടോ 1983 ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 1983 പ്രസിദ്ധീകരിച്ച റെഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ആദ്യത്തെ നോവലാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സാഹിത്യമാണെന്നുണ്ടെങ്കിൽ യോൻ ഫോസെ. സാഹിത്യം യോൻ ഫോസെ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെക്കുക. സാഹിത്യമാണെന്നുണ്ടെങ്കിൽ, ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ, സാഹിത്യമാണെന്നുണ്ടെങ്കിൽ ആരാണ്? അത് യോൻ ഫോസെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സാമ്പത്തികം നമ്മൾ പഠിച്ചു അല്ലേ. സാമ്പത്തികം എന്ന് പറയുന്നത് ആരാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണെങ്കിൽ, സാഹിത്യത്തിനാണെങ്കിൽ ആരാണ്? സാഹിത്യത്തിന് യോൻ ഫോസെയാണ്. അപ്പോൾ 2 വ്യക്തികൾ, അത് സാമ്പത്തികമായാലും ഒരാളേ ഉള്ളൂ, സാഹിത്യമാണെങ്കിലും ഒരാളേ ഉള്ളൂ. അതുപോലെ തന്നെ സമാധാനത്തിന് നമുക്ക് ഒരു വ്യക്തിയുടെ പേരെ പഠിക്കാനുള്ളൂ. അതാണ് നർഗീസ് മുഹമ്മദി. നർഗീസ് മുഹമ്മദിയാണ് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചത്. സമാധാനം ആരേ ഉള്ളൂ, ഒരാളുടെ പേരെ പഠിക്കാനുള്ളൂ. അതാരാണ്? നർഗീസ് മുഹമ്മദി. നോക്കുക, ഇറാനിയാണ്. ഇറാനിലെ ജനാധിപത്യാവകാശ സമര നായികയാണ് ആരെന്ന് പറയുന്നത്? നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത്. എന്താണ്? ഇറാനിലെ ജനാധിപത്യാവകാശ സമര നായികയായിരുന്നു. അതുപോലെ തന്നെ ഇവരൊരു എഞ്ചിനീയർ കൂടിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ജസ്റ്റ് മെയിനായിട്ടുള്ളത് ഇറാനിയാണ്. ഇറാനിലെ ജനാധിപത്യാവകാശ സമര നായികയാണ്. അതുപോലെ തന്നെ നർഗീസ് മുഹമ്മദിയെക്കുറിച്ച് മറ്റൊരു കാര്യം, സമാധാന നൊബേൽ നേടുന്ന 2ാമത്തെ ഇറാൻ വനിതയാണ്. സമാധാന നൊബേൽ സമ്മാനം നേടുന്ന 2ാമത്തെ ഇറാൻ വനിതയാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് സമാധാന നോബൽ എന്ന് കേൾക്കുമ്പോൾ 2023 ഇറാനിക്കാരിയായിട്ടുള്ള നർഗീസ് മുഹമ്മദി. അപ്പോൾ നമ്മൾ പഠിച്ചു സാമ്പത്തികം, നമ്മൾ പഠിച്ചു ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്, ക്ലോഡിയ ഗോൾഡിനാണ്. 2ാമത് സാഹിത്യം പഠിച്ചു അല്ലേ. ഏതാണ് സാഹിത്യം? നമ്മൾ പറഞ്ഞത് യോൻ ഫോസെയാണ് സാഹിത്യം എന്ന് പറഞ്ഞു അല്ലേ. യോൻ ഫോസെ സാഹിത്യം. പിന്നീട് നമ്മൾ വരുന്നത് സമാധാനത്തിലേക്ക് വരുമ്പോൾ, സമാധാനം എന്ന് പറയുന്നത് നർഗീസ് മുഹമ്മദിയാണ് എന്തിന്? സമാധാനത്തിന്. അപ്പോൾ 3 നിങ്ങൾക്ക് ക്ലിയർ ആയോ? 3 ക്ലിയർ ആയിട്ട് പഠിച്ചോ? സാഹിത്യം നമ്മളിപ്പോൾ പഠിച്ചു, സമാധാനം ഇപ്പോൾ പഠിച്ചു,
സാമ്പത്തികം പഠിച്ചു. 3 നമ്മൾ പഠിച്ചേ. അടുത്ത് നോക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രം. 2 പേരുകൾ നമുക്ക് അവിടെ പഠിക്കാണ്ട് വൈദ്യശാസ്ത്രത്തിൽ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പേരുകൾ വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ ഡോക്ടർ അല്ലേ, ഡോക്ടർ എന്ന് അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വൈദ്യശാസ്ത്രം ചിലപ്പോൾ ഡോക്ടർ എന്ന് തരണമെന്നില്ല, മിക്കപ്പോഴും ആ ഡോക്ടർ എന്ന് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡോക്ടറാണ് ഡോക്ടർ കാറ്റലിൻ കാരിക്കോ. ഓക്കെ, കാരിക്കോ. അതുപോലെ തന്നെ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. ഓക്കെ, വൈസ്മാൻ കാരിക്കോ അല്ലേ, വൈസ്മാൻ കാരിക്കോ. അപ്പം ഇങ്ങനെ പഠിച്ചു വെക്കുക. കാരിക്കോ 2023 കാരിക്കോ വൈസ്മാൻ ഏതാണ്? വൈദ്യശാസ്ത്രം. ഓക്കെ, അപ്പോൾ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. ഓക്കെ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പേരുകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 2 ലൈൻ പഠിച്ചു വെച്ചാൽ മതി. ഡോക്ടർ കാറ്റലിൻ കാരിക്കോ എന്നുള്ളതിനെ കാരിക്കോ അല്ലെങ്കിൽ കേറിക്കോ എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് വൈസ്മാൻ, ഡ്രൂ വൈസ്മാൻ എന്നുള്ളത് വൈസ്മാൻ എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ വൈസ്മാൻ കേറിക്കോ അല്ലേ, വൈദ്യനെ കാണാൻ വൈസ്മാനെ കയറിക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോട്ടിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? വൈസ്മാനും കിട്ടും, അതുപോലെ തന്നെ കാരിക്കോയും കിട്ടും നിങ്ങൾക്ക്. അതേതാണ്? വൈദ്യശാസ്ത്രം അല്ലേ. ഇപ്പോൾ വൈദ്യനെ കാണാൻ വൈസ്മാനെ കയറിക്കോ. ഓക്കെ, വൈദ്യരെ കാണാൻ വൈസ്മാനെ കയറിക്കോ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വൈസ്മാൻ എന്താണ്? ഡോക്ടർ ഡ്രൂ വൈസ്മാൻ കിട്ടി. കേറിക്കോ എന്നുള്ളത് കാരിക്കോ അല്ലെ കാറ്റലിൻ കാരിക്കോയും കിട്ടി. വൈദ്യശാസ്ത്രമാണെന്ന് കിട്ടി. ഇനി ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു കാര്യം പഠിക്കാനുണ്ട്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സുപ്രധാന വഴിത്തിരിവുണ്ടാക്കിയ mRNA വാക്സിൻ എന്താണ്? mRNA വാക്സിൻ വികസിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള ഗവേഷകരാണ് ആരെല്ലാം? ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും അതുപോലെ തന്നെ ഡോക്ടർ ഡ്രൂ വൈസ്മാനും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുരസ്കാരം എന്ന് പറയുന്നത് ജനിതക തന്മാത്രയിലെ ന്യൂക്ലിയോസൈഡ് ഘടകം അടിസ്ഥാനമാക്കി കൂടുതൽ ഫലപ്രദമായ mRNA വാക്സിനുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന കണ്ടെത്തലിനാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ഈ പറയുന്ന ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കും അതുപോലെ തന്നെ ഡോക്ടർ ഡ്രൂ വൈസ്മാനും. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ പഠിക്കുക. കോവിഡ് വരുന്നു, വൈസ്മാനെ കേറിക്കോ, വൈദ്യനെ കാണാം. ഇങ്ങനെ പഠിച്ചൂടെ? ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് കിട്ടി. ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് mRNA വാക്സിൻ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പോൾ പിന്നെ ഒരു കോഡ് കൂടിയായില്ലേ. എന്താണ്? കോവിഡ് വരുന്നു, വൈസ്മാനെ കേറിക്കോ, വൈദ്യനെ കാണാം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കോവിഡ് വരുന്നു, കോവിഡിനെതിരായിട്ടുള്ള mRNA വാക്സിൻ കണ്ടുപിടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? വൈസ്മാനെ അല്ലേ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ കേറിക്കോ, കാറ്റലിൻ കാരിക്കോ ആരെ കാണാൻ? വൈദ്യനെ കാണാൻ, വൈദ്യശാസ്ത്രത്തിനെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്തിനാണ് പുരസ്കാരം? ജനിതക തന്മാത്രയിലെ ന്യൂക്ലിയോസൈഡ് ഘടകം അടിസ്ഥാനമാക്കി കൂടുതൽ ഫലപ്രദമായ mRNA വാക്സിനുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന കണ്ടെത്തലിനാണ് ഈ പറയുന്ന ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ആദ്യം സാമ്പത്തികം പഠിച്ചു, പിന്നീട് നമ്മൾ എന്താണ്? സാഹിത്യം പഠിച്ചു, പിന്നീട് നമ്മൾ സമാധാനം പഠിച്ചു, ഇപ്പോൾ വൈദ്യശാസ്ത്രം പഠിച്ചു. അടുത്തത് നമുക്ക് ഭൗതികശാസ്ത്രം. 3 പേരാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഭൗതികശാസ്ത്രത്തിനകത്ത് 3 പേര് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് PR അഗസ്റ്റീനി. എന്താണ്? PR അഗസ്റ്റീനി. രണ്ടാമത്തത് ഫെറൻസ് ക്രോസ്. മൂന്നാമത്തേത് ആൻ ലുലിയൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. PR അഗസ്റ്റീനി ഏതാണ്? ഭൗതികശാസ്ത്രം. PR അഗസ്റ്റീനി. ഓക്കെ, ഭൗതികശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ച 3 പേരാണ്. PR അഗസ്റ്റീനി ഒന്നാമത്തെ ആള്, ഫെറൻസ് ക്രോസ് രണ്ടാമത്തെ ആള്, ആൻ ലുലിയർ അല്ലേ, ആൻ ലുലിയർ എന്ന് പറയുന്നത് മൂന്നാമത്തെ വ്യക്തി. ഓക്കെ, അപ്പോൾ ഈ 3 പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? PR അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ്, അതുപോലെ തന്നെ ആൻ ലുലിയൻ. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അഗസ്റ്റീനി ക്രോസ് ലുലിയർ അല്ലേ, അഗസ്റ്റീനി ക്രോസ് ലുലിയർ ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പുരസ്കാരം എന്തിനാണ്? രോഗനിർണയത്തിനും ഇലക്ട്രോണിൻ്റെ നൂതന മേഖലയ്ക്കും ഉപകാരപ്പെടും വിധം പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ. നോക്കുക, പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ അഥവാ ആറ്റോ സെക്കൻഡ് പൾസസ് അല്ലേ, അല്ലെങ്കിൽ പൾസസ്, അത് സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ് ആർക്ക് ഭൗതികശാസ്ത്രത്തിൽ ഈ പറയുന്ന 3 പേർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് അഗസ്റ്റീനി അഥവാ PR അഗസ്റ്റീനി എന്ന് പഠിച്ചു വെക്കുക. PR അഗസ്റ്റീനി.
രണ്ടാമത്തേത് ക്രോസ്. എന്ത് ക്രോസ്? ഫെറൻസ് ക്രോസ്. ഓക്കെ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ്, പിന്നീട് ആൻ ലുലിയർ. മൂന്ന് പേർക്കാണ് ഏതിന്? ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. എന്ത്? ആറ്റോ സെക്കൻഡ്സ് പൾസസ് അല്ലേ? അത് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിന്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് അവർക്ക് കിട്ടിയത് എന്ന് ചോദിക്കുന്ന 4 ഓപ്ഷനകത്ത് ഇതൊരെണ്ണം ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുക. ആറ്റോ സെക്കൻഡ്സ് പൾസസ് അല്ലേ? ആറ്റോ സെക്കൻഡ്സ് പൾസസ് അഥവാ പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിനാണ് ഈ പറയുന്ന പിയർ അഗസ്റ്റീനി, അതുപോലെ ഫെറൻസ് ക്രോസ്, പിന്നീട് ആൻ ലുലിയർ എന്നിവർക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത് രസതന്ത്രത്തിൽ 3 പേർക്ക് നമ്മൾ പഠിക്കാനുണ്ട്. ഭൗതിക ശാസ്ത്രത്തിൽ 3 പേർ നമ്മൾ പഠിച്ചു, രസതന്ത്രത്തിൽ 3 പേർ നമ്മൾ പഠിക്കാൻ പോകുന്നു. ആ 3 പേർ ആരെല്ലാം? ഒന്ന് മൗഗി ബാവേണ്ടി. ഓക്കെ, മൗഗി ബാവേണ്ടി എങ്ങനെ വേണമെങ്കിൽ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്. മൗഗി ബാവേണ്ടി. പിന്നെയോ ലൂയി ബ്രസ് അല്ലേ? ബാവേണ്ടി, ബ്രസ്, അലക്സി എക്കിമോവ് എന്ന് പറയാം. അല്ല, നിങ്ങൾ ചിലവിടെ ഇക്കിമോവ് എന്ന് കണ്ടിട്ടുണ്ടാവുന്ന അത് പറഞ്ഞല്ലോ. ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അവരുടെ പേരുകൾ അത്തരത്തിലുള്ള പേരുകളാണല്ലോ, അത് മലയാളത്തിലേക്ക് എഴുതുമ്പോഴൊരു പ്രശ്നമാണ്. എക്കിമോവ് രണ്ടും ശരിയാണ്. നിങ്ങളത് എ കണ്ടാലും ഈ കണ്ടാലും എന്താണ്? ഒരേ പേര് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബാവേണ്ടി, ബ്രസ്, എക്കിമോവ്. ആരൊക്കെയാണ്? മൗഗി ബാവേണ്ടി, അതുപോലെ തന്നെ ലൂയി ബ്രസ്, പിന്നെയോ അലക്സി എക്കിമോവ്. ഈ 3 പേർക്കാണ് രസതന്ത്രത്തിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എന്താണ്? രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. അത് ബ്രസ് എന്താണ്? ബസ് വണ്ടിയാണെന്ന് ആലോചിക്കൂ അല്ലേ? അപ്പോൾ എക്ക് ബസ് വണ്ടി കയറിയിട്ട് എന്താണ്? രസതന്ത്രം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. ഓക്കെ, ഇപ്പോൾ രസതന്ത്രം ബാവേണ്ടി, ബ്രസ്, എക്കിമോവ് 3 പേരാണ്. ആരൊക്കെയാണ്? മൗഗി ബാവേണ്ടി, ഒപ്പം പറഞ്ഞോളൂ. മൗഗി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ്. ഈ 3 പേർക്കാണ് രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനി 3 ആളും അമേരിക്കക്കാരാണ് എന്നുള്ള കാര്യമാണ്. അടുത്തതോ പുരസ്കാരം നാനോ ടെക്നോളജിയിൽ. നോക്കുക, നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ്. എന്താണ്? നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് ഈ പറയുന്ന മൗഗി ബാവേണ്ടിക്കും ലൂയി ബ്രസിനും അലക്സി എക്കിമോവിനും രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തിവെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഓരോരുത്തരെ പറ്റി പഠിച്ചു അല്ലേ? ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരാൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇത്തവണ ഒരു വനിതയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? അടുത്തത് നമ്മൾ പഠിച്ചത് സാഹിത്യത്തിലേക്ക് വന്നു. അവിടെയും ഒരാളുടെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് സാമ്പത്തികം, അതുപോലെ സാഹിത്യം, സമാധാനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ പേരെ പഠിക്കാനുള്ളൂ. പിന്നീട് വൈദ്യശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ 2 ഡോക്ടർമാരെ നമുക്ക് പഠിക്കണം. പിന്നീട് ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും 3 പേരെ വെച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിനാണ്. സാഹിത്യത്തിനാണെങ്കിൽ യോൻ ഫോസെ. എന്നാൽ സമാധാനം നർഗീസ് മുഹമ്മദി, ഇറാനിക്കാരിയായിട്ടുള്ള നർഗീസ് മുഹമ്മദിക്കാണ് എന്താണ് സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ 2 ഡോക്ടർമാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, പിന്നീടോ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ അല്ലേ? കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? കോവിഡ് വരുന്നു, വൈസ്മാനെ കേറിക്കോ വൈദ്യനെ കാണാമെന്ന് പറയുന്ന ഡോക്ടർ ഡ്രൂ വൈസ്മാൻ, ഡോക്ടർ കാറ്റലിൻ കാരിക്കോ. ആ പേരുകൾ പഠിച്ചു വെക്കുക. പിന്നീട് ഭൗതിക ശാസ്ത്രത്തിൽ നമുക്ക് 3 പേരുകൾ പഠിക്കാനുണ്ട്. ഒന്ന് പിയർ അഗസ്റ്റീനി, 2 ഫെറൻസ് ക്രോസ്, 3 ആൻ ലുലിയർ എന്ന് പറയുന്ന 3 പേരാണ് ഭൗതിക ശാസ്ത്രത്തിലെങ്കിൽ. രസതന്ത്രത്തിലോട്ട് വരുമ്പോഴും 3 പേര് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് മൗഗി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ്, 3 പേരുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തുകൊണ്ട് നൊബേൽ ഉൾപ്പെടുത്തി? ആ ഒരു ചോദ്യപേപ്പറിൽ നൊബേൽ സമ്മാനത്തെക്കുറിച്ച് 2021 നൊബേൽ സമ്മാന സാമ്പത്തിക നൊബേൽ സമ്മാന ജേതാക്കളെക്കുറിച്ച് അന്ന് 3 പേരായിരുന്നു. 2022 3 പേരായിരുന്നു. എന്നാൽ 2021 ഒരേ ഒരു വനിതയ്ക്കാണ് അല്ലേ ക്ലോഡിയ ഗോൾഡിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ ഓപ്ഷൻ തന്നിട്ട് ഇതിൽ സാമ്പത്തിക നൊബേൽ ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ സാമ്പത്തികം, ഗോൾഡ്, പണം വേണം, ഗോൾഡ് ആലോചിക്കുക.
ക്ലോഡിയ ഗോൾഡിനിലേക്ക് നമുക്ക് പോവുക. പിന്നീട് ഡോക്ടർ കിട്ടും നമുക്ക് എന്താണ് mRNA വാക്സിനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചു വെക്കുക. എന്തിനാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നുള്ള കാര്യം എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ പുതിയ ബാച്ച് ഇന്നാണ് ആരംഭിച്ചിട്ടുള്ളത്, LP UP ബാച്ച്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്